മാർപ്പാപ്പ കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ട അവസ്ഥയിൽ കണ്ടെത്തി. നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു ഭയപ്പാടായിരിക്കും നമുക്കുണ്ടാകുക. അയ്യോ, അങ്ങനെയൊക്കെ സംഭവിക്കുമോ? നമ്മൾ വിചാരിക്കും കഴിഞ്ഞ 2000 വർഷത്തെ പാരമ്പര്യത്തിൽ ഒരു പക്ഷേ സംഭവിച്ചേക്കാം. കാരണം ഇത്രയും പ്രഗത്ഭമായ അല്ലെങ്കിൽ ഇത്രയും വലിയ ലോകം മുഴുവൻ ഭരിക്കുന്ന, മാത്രമല്ല ഒരു സ്റ്റേറ്റിനെ കൂടി, അതായത് രാഷ്ട്രത്തെ കൂടി ഭരിക്കുന്ന ഒരു മാർപ്പാപ്പയ്ക്ക് ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചേക്കാം. എന്നാൽ ഇത് ഒരു മാർപ്പാപ്പയ്ക്കല്ല സംഭവിച്ചിരിക്കുന്നത്. 16-ലധികം മാർപ്പാപ്പമാർക്ക് സംഭവിച്ച കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഇത് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് വലിയ ഒരു ഭയപ്പാടുണ്ടായേക്കാം. അയ്യോ, അങ്ങനെയൊക്കെ സംഭവിക്കുമോ? അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് മാത്രമല്ല, അതിലുമപ്പുറം ഇനി അത് സംഭവിച്ചതിൻ്റെ കാരണങ്ങളും അതിൻ്റെ പിന്നാമ്പുറങ്ങളും, ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ വന്ന നിയമങ്ങളും കൂടിയ സൂനകദോസുകളും നമ്മൾ ഇന്നും തുടരുന്ന പല പാരമ്പര്യങ്ങളും, ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ നോക്കുന്നത്. പ്രിയമുള്ളവരെ, സഭാവിജ്ഞാനീയം എന്ന പുസ്തകം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ആ പുസ്തകത്തിൻ്റെ 80-ാമത്തെ പേജിൽ പാപ്പ ആധിപത്യത്തിന് അനിഷേധ്യവും അതുല്യവുമായ ഒരു ശക്തിയായി കെട്ടുറപ്പ് നൽകാൻ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും പ്രത്യേകം വാക്യങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിലാണ് ദൈവശാസ്ത്രജ്ഞനായ കർദിനാൾ കോഗാർ എടുത്തു കാണിക്കുക. അതായത് കർദിനാളായിരുന്ന കോഗാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ റിസർച്ചിൽ ഈ പറയുന്ന മാർപ്പാപ്പമാർ, അനേക വ്യക്തികൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ബൈബിളിൽ നിന്നും കൃത്യമായി അവരുടെ ആവശ്യത്തിന് വചനമെടുത്ത് ഉപയോഗിച്ച് ആ വചനത്തെ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ സംഭവിച്ച വലിയ പരാജയങ്ങളെക്കുറിച്ചാണ് താഴോട്ട് ഈ പുസ്തകം പറയുന്നത്. അധികാര ലഹരിയിൽ മുഴുകുന്ന സഭാധികാരികൾ സ്വന്തം സ്ഥാനപദവിയും നിലനിർത്താൻ വേണ്ടി വിശുദ്ധ ലിഖിതങ്ങൾ പോലും ദുരുപയോഗിച്ചതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വാക്യങ്ങൾ ശരിയായ അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. സഭയിലും രാഷ്ട്രങ്ങളിലും സർവ്വ അധികാരങ്ങളും ലഭിച്ചിട്ടുണ്ടെന്ന് സ്ഥാപിക്കുവാനാണ് ബൈബിളിൽ നിന്നും ഇപ്രകാരം വചനങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇതേപ്പറ്റി കർദിനാൾ കോഗാർ നടത്തിയ പഠനവും നിരീക്ഷണവും പ്രത്യേകം ശ്രദ്ധാർഹമാണ്. ഈ വചനങ്ങൾ ജെറമിയയുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 10-ാം വാക്യം, വിശുദ്ധ ബൈബിളിൽ ജെറമിയയുടെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്: പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറയ്ക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജാക്കന്മാരുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ജെറമിയായോട് ദൈവം പറഞ്ഞ ഒരു പ്രവചനം അല്ലെങ്കിൽ ഒരു വാഗ്ദത്തം. ഇടിച്ചു നിരത്തുക, പിഴുതെറിയുക, തച്ച് നശിപ്പിക്കുക, തകിടം മറയ്ക്കുക, പുതിയത് പണിതുയർത്തുക, ഇതിനെല്ലാം വേണ്ടി രാജാക്കന്മാരുടെയും ജനതകളുടെയും മുകളിൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. അപ്പോൾ അന്നുണ്ടായിരുന്ന സകല രാജ അധികാരത്തിന് മുകളിലും അന്നുണ്ടായിരുന്ന സകല ജനപദങ്ങളുടെയും മുകളിലും ദൈവം ഒരു മാർപ്പാപ്പയെ അവരോധിച്ചിരിക്കുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടി ഈ വചനത്തെ ദുരുപയോഗം ചെയ്തു എന്നാണ് എൻ്റെ ഭാഷ്യമല്ല. ഇതേപ്പറ്റി കർദിനാൾ കോഗോർ നടത്തിയ പഠനങ്ങളിൽ നിന്നും അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന വിഷയമാണ്. വീണ്ടും 1 കൊരിന്തോസ് അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പറ്റി പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവർ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. അതായത് ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ മനസ്സറിയുന്നവർ ഇവരാണ് എന്നുള്ളതും അവരെ ആർക്കും വിധിക്കാനോ ഒന്നും ചെയ്യാനോ സാധിക്കത്തില്ല. ഒരു പരമാധികാരം, അതായത് പൂർണ്ണമായി രാഷ്ട്രത്തിൻ്റെയും സഭയുടെയും സർവ്വ അധികാരം ഇവർക്കാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചില പേപ്പൽ ബുള്ളുകളിൽ, അതായത് പോപ്പിൻ്റെ കീഴിൽ ഇറക്കിയിരിക്കുന്ന ചില പ്രസ്താവനകളിൽ കൃത്യമായി ഈ വചനങ്ങൾ കോട്ട് ചെയ്ത്, അത് ഒരു പോപ്പല്ല, അനേക പോപ്പുമാർ അവരിറക്കിയിരിക്കുന്ന പല പേപ്പൽ ബുള്ളുകളിലും ഉപയോഗിച്ചിരിക്കുന്ന വാക്യം ഇതാണ് എന്ന് കർദിനാൾ കോങ്കോർ നടത്തിയ പഠനത്തിൽ വ്യക്തമായി അദ്ദേഹം വെളിപ്പെടുത്തുന്നു. വീണ്ടും ഉപയോഗിച്ചിരിക്കുന്ന വചനമാണ് 1 കൊരിന്തോസ് അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. നമ്മളവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൂതന്മാരെ വിധിക്കേണ്ടവരാണ് നാം എന്ന് നിങ്ങൾക്കറിവില്ലേ? അങ്ങനെയെങ്കിൽ ഐഹിക കാര്യങ്ങളെ പറ്റി പറയാനുണ്ടോ? അതായത് ദൈവദൂതന്മാരെ പോലും വിധിക്കാൻ അധികാരമുള്ള ഈ പോപ്പിന് ഒരു സാധാ മനുഷ്യനെ വിധിക്കുകയും തകർക്കുകയും തച്ചുടക്കുകയും ചെയ്യാൻ അധികാരമില്ലേ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്?
എന്ന രീതിയിൽ ഈ വചനത്തെ അവർക്ക് ആവശ്യമായ രീതിയിൽ ഉപയോഗിച്ചു എന്ന് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. വീണ്ടും ഫസ്റ്റ് പീറ്റർ അതിന്റെ ചാപ്റ്റർ 2:9 നമ്മളെപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു വചനം, അതായത് നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്. അപ്പോ അത് പോപ്പ് മാത്രമാണ് എന്ന തരത്തിൽ ഈ രാജകീയ പൗരോഹിത്യമാണ് ഇവർക്കുള്ളത് എന്ന തരത്തിലും ഈ വചനങ്ങൾ ദുരുപയോഗപ്പെട്ടു എന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ പറയുന്നു. പേപ്പൽ ബുള്ളില് പോപ്പ് പിയൂസ് രാഗ്നസ് അദ്ദേഹം വളരെ കൃത്യമായിട്ട്, അതായത് പിയൂസ് അഞ്ചാമൻ, അദ്ദേഹത്തിന്റെ ചില പേപ്പൽ ബുള്ളുകളിൽ ക്യൂൻ എലിസബത്തിനെ താഴോട്ടിറക്കാൻ വേണ്ടി കൃത്യമായി ഇത് ഉപയോഗിച്ചു എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ വളരെ കൃത്യമായി പേജ് 80 കൊടുത്തിരിക്കുന്നു. ഇത് തന്നെ നമ്മൾ തിരുസഭാ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതേ വിഷയം തന്നെ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട്, അതായത് അത് ഏത് കാലഘട്ടം, ഏത് രീതിയിൽ, എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വളരെ ചുരുക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രം ഇത്രയും പറഞ്ഞ് ഇതിവിടെ അവസാനിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഈ ചരിത്ര കാലഘട്ടങ്ങളിൽ ഉണ്ടായ വലിയ പ്രതികൂലങ്ങൾ കൂടെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ കൂടി കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. റെഗ്നാൻസ് ഇൻ എക്സിലിസിസ് എന്ന ഔദ്യോഗികമായ പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പയുടെ രേഖയിൽ വളരെ കൃത്യമായി ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഇന്നും ചരിത്ര താളുകളിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ വചനം ദുരുപയോഗം ചെയ്ത് അവരുടെ അധികാരത്തെ, ആധിപത്യത്തെ ഉറപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ വന്ന വലിയ ന്യൂനതകളെ കുറിച്ച് വീണ്ടും താഴെ ചരിത്രകാരന്മാർ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങൾ കൂടി നമ്മളൊന്ന് വായിക്കുകയാണ്. ചരിത്രകാരന്മാർ മധ്യകാലഘട്ടത്തിലെ പല മാർപ്പാപ്പമാരുടെയും ധാർമ്മിക അധപതനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉദാഹരണമായി 867 1048 ഏകദേശം 180 വർഷ കാലഘട്ടത്തിൽ ഒരു ഗ്യാപ്പാണ് അവിടെ പറയുന്നത്. 180 വർഷത്തെ ഈ കാലഘട്ടത്തിന് ഇടയിലുള്ള 44 മാർപ്പാപ്പമാരിൽ 9 പേർ സംഘടനകളിലും 2 പേർ വിഷം കഴിച്ചും 4 പേർ ജയിലിൽ കിടന്നും 2 പേർ സംശയാസ്പദമായ സാഹചര്യങ്ങളിലും ഒരാൾ കഴുത്ത് ഞെരിച്ചും അന്ത്യം കണ്ടെത്തിയ സ്ഥിതിവിശേഷത്തിൽ നിന്നും അന്നത്തെ നിലവാരം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതായത് വളരെ കൃത്യമായി കൊടുത്തിരിക്കുന്ന വിവരം, 44 പേരിൽ 9 പേർ സംഘടനകളിൽ, ആയുധ സംഘടനകളിൽ മരണപ്പെട്ടു. വീണ്ടും 2 പേർ വിഷം കഴിച്ചു, 9 11 പേർ. 4 പേർ ജയിലിൽ കിടന്നു മരിച്ചു, 15 പേർ. വീണ്ടും 2 പേർ സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടു, 17 പേർ. ഒരാളാകട്ടെ കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ട അവസ്ഥയിൽ. 18ഓളം മാർപ്പാപ്പമാരുടെ കൃത്യമായ കണക്ക് മരണപ്പെട്ടതിനെ കുറിച്ച് വെറും 180 വർഷം, അതായത് 10 വർഷത്തിനിടയിൽ ഒരു മാർപ്പാപ്പ കൊല്ലപ്പെടുന്നു. അതാകട്ടെ മൊത്തം ഉണ്ടായിരുന്ന 44 മാർപ്പാപ്പമാരിൽ 18 പേർ ഇത്തരം സാഹചര്യങ്ങളിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ 1/3 ഭാഗത്തിലധികം മാർപ്പാപ്പമാർ ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ ചരിത്രം അതിൻ്റെ കൃത്യമായ നിലവാരം, അതായത് ഈ അധികാരത്തിൻ്റെ എത്രത്തോളം അധപതിച്ചു എന്നുള്ളതിനെ കുറിച്ച് അതിൻ്റെ നിലവാരം ലോകത്തോട് വ്യക്തമായി പറയാൻ സാധിക്കുന്നതാണ് ഈ ചരിത്രമെന്ന് ഈ പുസ്തകം കൃത്യമായിട്ട് പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ സഭാ ചരിത്രത്തിലെ ഇരുളടഞ്ഞ കാലഘട്ടത്തെ പറ്റിയുള്ള ആധികാരിക പഠനങ്ങളാണ്. വിലപ്പെട്ട അനേക രേഖകൾ ഈ കാലഘട്ടത്തിലെ പരിതാപകരമായ സ്ഥിതി വിശേഷം നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഏതൊക്കെയാണ് ആ ചരിത്രരേഖകൾ? 1, ഫിലിപ്പ് ഹ്യൂഗസിന്റെ ദ ഹിസ്റ്ററി ഓഫ് ദ ചർച്ച്, അതിന്റെ വോളിയം 3, ലണ്ടനിൽ 1935 വ്യക്തമായിട്ട് പറയുന്ന അതിന്റെ പേജ് നമ്പർ 361 മുതൽ 497 വരെയുള്ള പേജുകളിൽ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ പറയുന്നു. മാൻ കെ ഹാരോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ലിവിസ് ഓഫ് ദ പോപ്പ് ഇൻ ദ മിഡിൽ ഏജ്, അതിൻ്റെ വോളിയം 3 മുതൽ വോളിയം 5 വരെ അവിടെയും വ്യക്തമായി ഇതിനെക്കുറിച്ച് പറയുന്നു എന്നാണ്. വീണ്ടും സ്റ്റാഫ് ഫിലിപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് ദ ക്രിസ്ത്യൻ ചർച്ച് വോളിയം 4 തുടങ്ങി അതിൻ്റെ 1967 എഴുതിയിരിക്കുന്ന ചരിത്ര പുസ്തകങ്ങളിൽ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഉൾമൻ വാൾട്ടർ അദ്ദേഹത്തിൻ്റെ ദ ഗ്രോത്ത് ഓഫ് പേപ്പൽ ഗവൺമെന്റ് ഇൻ ദ മിഡിൽ ഏജ്, ഇത്രയും പുസ്തകങ്ങളിൽ ഈ കാലത്തെ മിഡിൽ ഏജിലെ വലിയ അബദ്ധങ്ങൾ അല്ലെങ്കിൽ അധപതനങ്ങളെ കുറിച്ച് വ്യക്തമായി ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയമാണ് ഞാൻ ഈ വായിച്ചത്. പ്രിയമുള്ളവരെ, ഇത് നമ്മളൊരാള് കൽപ്പിച്ചു കൂട്ടുന്ന ചില സാങ്കല്പിക കഥകളല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ശ്രേഷ്ഠമെന്ന് വിചാരിക്കുന്ന ചില ചരിത്രങ്ങൾ
നമ്മൾ ആധികാരികമെന്ന് വിചാരിക്കുന്ന ചില പഠനങ്ങൾ, അത് കടന്നു വന്ന രീതികൾ, അത് കൈമാറി വന്ന, അതായത് മാർപ്പാപ്പയായിരുന്ന പത്രോസിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക് കൈമാറി, അതിൽ നിന്നും അടുത്തയിലേക്ക് കൈമാറി, ഇങ്ങനെ കൈമാറി 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 നമ്മിലേക്ക് വന്നു എന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന ഈ ഒരു വിഷയത്തിൽ അതിനിടയിൽ 180ഓളം വർഷത്തെ, ഒരു വർഷത്തെയല്ല, 2-3 വർഷത്തെയല്ല, ഒരു മാർപ്പാപ്പയുടെ കീഴിലല്ല, ഏകദേശം 18 മാർപ്പാപ്പമാരുടെ കൊലപാതകം. ഇതിൽ 44 പേർ കൊല്ലപ്പെട്ടത് 18 പേരാണെങ്കിൽ രക്ഷപ്പെട്ടതും അവരിൽ ഉണ്ടായിരുന്ന ചരിത്രങ്ങളും അവിടെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും വീണ്ടും ഈ പുസ്തകം നമ്മളോട് എടുത്തു പറയുന്നുണ്ട്. പ്രഭു കുടുംബങ്ങൾ തമ്മിൽ പാപ്പാസ്ഥാനത്തിനു വേണ്ടിയുള്ള കിടമത്സരങ്ങളും അധാർമികതയും അധികാരമോഹവും നേതൃത്വ രംഗത്തുള്ള ചേരിതിരിവുകളുമെല്ലാം ഇക്കാലഘട്ടത്തിലെ സഭാജീവിതത്തെ കളങ്കപ്പെടുത്തി. സെർജിയോസ് 3-ാമൻ പാപ്പ മുതൽ ജോൺ 12-ാമൻ വരെയുള്ള കാലഘട്ടം തിയോഫിലാക് ഡൈനാസ്റ്റി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ബെനഡിക്ട് 1-ാമൻ ബന്ധുബലത്തോടെ മാർപ്പാപ്പ സ്ഥാനത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് 20-ൽ താഴെയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതായത് 20 വയസ്സിലും താഴെയുള്ള ചില മാർപ്പാപ്പമാർ, അതായത് യാതൊരു വിധത്തിലും പക്വതയോ പാകതയോ ഒരു കാര്യത്തെക്കുറിച്ച് അറിവോ ഇല്ലാത്ത 20 വയസ്സിലും താഴെയുള്ള, ഇനി അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടാണ് ഈ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് വന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വന്നതാകട്ടെ ബന്ധുബലത്തിന്റെ ശക്തിയോടും അധികാരത്തോടും അതിന്റെ ചരടുവലിയോടും കൂടെയാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇദ്ദേഹത്തിന്റെ പ്രായം മാത്രമല്ല, അസന്മാർഗിക മാർഗത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇദ്ദേഹത്തിന്റെ 1044-ൽ ക്രഷ്യൻസി കുടുംബക്കാർ വിപ്ലവം നടത്തുകയും സിൽവസ്റ്റർ 3-ാമൻ മാർപ്പാപ്പയാക്കുകയും ചെയ്തു. എന്നാൽ ബെനഡിക്ട് 9-ാമൻ ബന്ധുക്കളുടെ സഹായത്തോടെ വീണ്ടും മാർപ്പാപ്പ സ്ഥാനം കൈവശപ്പെടുത്തി. അതായത് ഒരിക്കൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനത്തെ തള്ളിക്കളയുകയും മറ്റൊരാളെ അവരോധിക്കുകയും ചെയ്തിട്ടും പിന്നെയും ബന്ധുക്കളുടെ ബലത്താൽ ഇദ്ദേഹം വീണ്ടും അധികാരത്തിൽ വരുന്നത് നമ്മൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സുഖഭോഗങ്ങൾക്കായി പാപ്പാസ്ഥാനം വിൽക്കുകയും പിന്നീട് തിരിച്ചുപിടിക്കുകയും ചെയ്തു. അതായത് ഇദ്ദേഹം തന്നെ പാപ്പാസ്ഥാനം വിറ്റു, പണത്തിന്, സുഖഭോഗങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി പോകാൻ വേണ്ടി വിറ്റു. എന്നാൽ അധികാരത്തിന്റെ മോഹത്തിൽ വീണ്ടും ഇദ്ദേഹം ഈ അധികാരത്തെ തിരിച്ചുപിടിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ ജർമ്മൻ ചക്രവർത്തി ഹെൻറി 3-ാമൻ ഇറ്റലിയിലെത്തി കൗൺസിൽ വിളിച്ചുകൂട്ടി ബെനഡിക്ട് 1-ാമനെയും മറ്റും സ്ഥാനഭ്രഷ്ടരാക്കി. ജർമ്മൻകാരായ ക്ലെമന്റ് 2-ാമനെ മാർപ്പാപ്പയാക്കുകയും ചെയ്തു. അതായത് ഈ കാലഘട്ടത്തിൽ ചില നവീകരണ പ്രസ്ഥാനങ്ങൾ നടന്നിരുന്നു എങ്കിലും, വ്യക്തമായിട്ട് പുസ്തകം പറയുകയാണ്, ഇടയ്ക്കിടെ നവീകരണ സംഭവങ്ങൾ നടന്നിരുന്നുവെങ്കിലും നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന വ്യവസ്ഥിതിയെ മാറ്റിയെടുക്കുക ദുഷ്കരമായിരുന്നു. ചില നവീകരണങ്ങളൊക്കെ നടന്നു. 2-ാം വത്തിക്കാൻ സൂനോദോസ് പോലും ഒരു നവീകരണമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 8-ാം നൂറ്റാണ്ട് മുതൽ ഈ കഴിഞ്ഞ 19-20-ാം നൂറ്റാണ്ട് വരെ തുടർന്ന ചില ആധിപത്യങ്ങൾ, ചില വ്യവസ്ഥിതികൾ, ഇതിനെ അപ്പാടെ മാറ്റുക ഒരു വ്യക്തിക്കും സാധ്യമല്ല. നവീകരണം ഇറ്റലിയിൽ, റോമിൽ മാർപ്പാപ്പയുടെ കീഴിൽ നടന്നിട്ട് പോലും ആ നവീകരണത്തെ കുറിച്ച് താഴേക്കിടയിലേക്ക് ഒരക്ഷരം പോലും അറിയാത്തവരാ നമ്മൾ വിശ്വാസികൾ. പിന്നെ എന്നെ പോലെ ഒരു വ്യക്തി ഇവിടെ കിടന്ന് കുരച്ചത് കൊണ്ടോ, ഇവിടെ കിടന്ന് പുസ്തകം വായിച്ചത് കൊണ്ടോ, പല നവീകരണത്തിന് വേണ്ടി വിശുദ്ധ ബൈബിൾ എടുത്തു വെച്ച് പ്രസ്താവനകൾ നടത്തിയതുകൊണ്ടോ ഒന്നും മാറാൻ പോകുന്നില്ല എന്നെനിക്ക് വ്യക്തമായിട്ട് അറിയാം. യാതൊരുവിധ മാറ്റവും ഇതിൽ വരാൻ പോകുന്നില്ല. പക്ഷേ വിശ്വാസികളുടെ ഹൃദയത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും. അതായത് സഭയുടെ അധികാര നേതൃത്വത്തിലോ ഇത്തരം രീതികളിലോ ഒരു കാലത്തും ഏതു നവീകരണത്തിനും മാറ്റാൻ കഴിയത്തില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ സഭ എന്ന് പറയുന്നത് അധികാരികൾ മാത്രമല്ല, വിശ്വാസികൾ ഒന്നടക്കമുള്ളതാണ് എന്ന് ദൈവത്തിൽ, വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു വിശ്വാസി മാറിയാൽ അനേക വിശ്വാസികൾ മാറാൻ അത് കാരണമായേക്കാം. അങ്ങനെ ഇന്ന് ഈ പുസ്തകങ്ങളെക്കുറിച്ച്, ഈ ചരിത്രങ്ങളെക്കുറിച്ച് അറിവുള്ള അനേക വിശ്വാസികളുടെ മാറ്റം സഭയുടെ വലിയ മാറ്റത്തിന് ഇത് തീർച്ചയായും ഇത് വഴി തെളിയിക്കുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത് അധികാര തലത്തിൽ നിന്നും ഒരു നവോത്ഥാനമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വിശ്വാസ തലത്തിൽ നിന്നും മുകളിലേക്കുള്ള ഒരു നവോത്ഥാനം വിശ്വാസികളെ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, പാരമ്പര്യം എന്ന് പറഞ്ഞ് പലരും കൊണ്ടുവച്ചിരിക്കുന്ന പല പ്രവണതകളും
പല കാര്യങ്ങളും ഇന്ന് പാരമ്പര്യമല്ല, അന്ധവിശ്വാസവും അനാചാരങ്ങളുമാണെന്ന് ഇത്തരം പുസ്തകങ്ങളിലൂടെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഏക പാരമ്പര്യം ഈ വിശുദ്ധ ബൈബിൾ അല്ലാതെ മറ്റൊരു പാരമ്പര്യമില്ല. പാരമ്പര്യം എന്ന് പറഞ്ഞ് ഇന്ന് നമ്മുടെ ഇടയിൽ കാണുന്ന പലതും അപഹാസ്യങ്ങളാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ കൈവെപ്പ് മുതൽ ഇനി അങ്ങോട്ട് വന്നിരിക്കുന്ന മാർപ്പാപ്പമാരുടെ സ്ഥാനങ്ങൾ മുതൽ, മാത്രമല്ല തെറ്റാവരങ്ങൾ മുതൽ, ഈ തെറ്റാവരങ്ങളിലൂടെ സൂനകദോസിലൂടെ തീരുമാനിച്ചു വച്ചിരിക്കുന്ന അബദ്ധ സിദ്ധാന്തങ്ങൾ, വലിയ ദൈവവചന വിരുദ്ധമായ അബദ്ധങ്ങൾ ഇനിയെങ്കിലും വിശ്വാസി ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ തിരുത്താൻ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടാകണം. നമുക്ക് ശ്രേഷ്ഠമെന്ന് കരുതി നമ്മൾ ചിന്തിച്ചിരുന്ന പല പാരമ്പര്യങ്ങളുമുണ്ട്. പ്രിയമുള്ളവരെ, ശ്രേഷ്ഠമായി നമുക്ക് കരുതാൻ കഴിയുന്ന ഏക പാരമ്പര്യം അത് മർത്തോമാ ശ്ലീഹയുടെ പാരമ്പര്യമായിരുന്നു. ആ മർത്തോമാ ശ്ലീഹയുടെ പാരമ്പര്യമാകട്ടെ 16-ാം നൂറ്റാണ്ടോടുകൂടെ കേരളത്തിന് അത് അന്യമായി പോയി. ആ പാരമ്പര്യങ്ങളും അതിന്റെ ചരിത്രരേഖകളും ഇന്ന് നമ്മുടെ കയ്യിലില്ല, നമുക്ക് പറയാനില്ല. വിശുദ്ധ ബൈബിളിനെ കുറിച്ച് കാര്യമായ ഗ്രാഹ്യമില്ലായിരുന്നുവെങ്കിലും അന്നത്തെ വിശ്വാസികൾക്ക് ഒരു വിശ്വസ്തമായ പാരമ്പര്യം ഉണ്ടായിരുന്നു. മർത്തോമാ ശ്ലീഹ നമുക്ക് നൽകിയ ഒരു വിശ്വസ്തമായ പാരമ്പര്യം, അപ്പസ്തോലിക പാരമ്പര്യം. എന്നാൽ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടെ ഈ പാരമ്പര്യത്തെ പൂർണ്ണമായി തുടച്ചു നീക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, കാഞ്ഞൂരിലും അതുപോലെ അർത്തുങ്കലിലുമൊക്കെ ഉള്ള രൂപങ്ങൾ കൊണ്ടുവന്നത് ഈ പോർച്ചുഗീസുകാരനാണെന്ന് വ്യക്തമായി ഇവിടെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പോ വിഗ്രഹാരാധന കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഇവർ തന്നെയാണ്. ഈ പോർച്ചുഗീസിന്റെ ആരംഭത്തോടുകൂടെ, വരവോടുകൂടെ, റോമിന്റെ അധിനിവേശത്തോടുകൂടെയാണ് കേരളത്തിൽ പോലും വിഗ്രഹാരാധന ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ ഇത്രയും ശക്തമായത്. അങ്ങനെയെങ്കിൽ ഈ വിഗ്രഹാരാധനയെ നമ്മൾ ഊട്ടിയുറപ്പിക്കണോ, നമ്മൾ ഇതിനെ തച്ചുടയ്ക്കേണ്ട കാലമായില്ലേ എന്ന് നമ്മളാ ചിന്തിക്കേണ്ടത്. വിശ്വാസത്തിന്റെ ഭവനത്തിൽ നിന്ന് നീ എടുത്തു കളയുമ്പോൾ, ഈ വിഗ്രഹത്തെ തച്ചുടയ്ക്കുമ്പോൾ അത് അനേകരുടെ ഹൃദയത്തിൽ നിന്നും അത് മാറും. ഇത് തുടരുമ്പോൾ വർഷങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ചർച്ചുകളിൽ, നമ്മുടെ പ്രാദേശികമായ ഏരിയകളിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സാധിക്കും. വിശ്വസ്തമായും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏക പാരമ്പര്യം ഈ വിശുദ്ധ ബൈബിൾ അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ, കൈമാറി 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 വന്നു എന്ന് പറയുമ്പോൾ അതിനിടയിൽ 180ഓളം വർഷങ്ങൾ, 44ഓളം മാർപ്പാപ്പമാർ, 18 മാർപ്പാപ്പമാർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്ത് ചരിത്രം പറയാനാണ് നമ്മൾ? അതായത് വേശ്യാസ്ത്രീ പരസ്യമായി നിന്ന് അവളുടെ ചാരിത്ര പ്രസംഗം നടത്തുന്നതിനേക്കാൾ അപഹാസ്യമായിരിക്കും നമ്മൾ ഈ ചരിത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ. സത്യം പറഞ്ഞാൽ ഈ ചരിത്രമൊന്നും വായിക്കാൻ എനിക്ക് യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരുന്നില്ല. കാരണം ഇത്രയും അപഹാസ്യമായ ചരിത്രങ്ങൾ, മോശപ്പെട്ട ചരിത്രങ്ങൾ, കഴിഞ്ഞ വർഷങ്ങളായി ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചരിത്രത്തെക്കുറിച്ച് നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്താൻ എനിക്ക് യാതൊരുവിധ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ വിശുദ്ധ ബൈബിൾ അടിസ്ഥാനത്തിൽ എന്താണ് സഭ വിശ്വസിക്കേണ്ടത്, എന്താണ് പാരമ്പര്യം എന്ന വിഷയം മാത്രമേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ എന്നെ ഇതിലേക്ക് വലിച്ചടിച്ചത് കത്തോലിക്കരെന്ന് പറയുന്ന ചില അപ്പോളജിസ്റ്റുമാരെന്ന് പറയുന്ന ചില വ്യക്തികൾ, പ്രത്യേകമായി ഒരു കാലത്ത് ട്രൂത്ത് ഫൈറ്റേഴ്സിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ജെയ്മോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും അതിൽ എന്നെ ആഡ് ചെയ്തതിന് ശേഷം എൻ്റെ പിതാക്കന്മാരെ സ്മരിക്കുകയും എനിക്കെതിരെ മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞുകൊണ്ട് എന്നെ വളരെ മോശമായ രീതിയിൽ എന്നെ ചിത്രീകരിക്കുകയും എല്ലാം ചെയ്തപ്പോഴും ഞാൻ വളരെ സന്തോഷത്തോടെ, ചിരിച്ച മുഖത്തോടെ ഞാൻ അവരോട് പറയുണ്ടായി, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ചരിത്രം ഒന്നും പറയാൻ കൊള്ളുന്ന ചരിത്രമല്ല. വിശുദ്ധ ബൈബിളിന് വിരുദ്ധമായ യാതൊരു ചരിത്രവും ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് വ്യക്തമായി അവരോട് പറഞ്ഞപ്പോൾ, ഈ ചരിത്രങ്ങളില്ലെങ്കിൽ, ഈ പാരമ്പര്യങ്ങളില്ലെങ്കിൽ ട്രിനിറ്റി ഇല്ല, ഈ പാരമ്പര്യമില്ലെങ്കിൽ വിശ്വാസമില്ല, ഈ പാരമ്പര്യമില്ലെങ്കിൽ ക്രിസ്തുവില്ല, ഇങ്ങനെയുള്ള ചില വാദമുഖങ്ങൾ, അതിലൊരു വ്യക്തി പെന്തക്കോസ്തിൽ നിന്നും തിരിച്ച് കത്തോലിക്കയിലേക്ക് വന്നതാണെന്ന് പരിചയപ്പെടുത്തി. ഇങ്ങനെയുള്ള ചില വ്യക്തികളുടെ ചില വ്യക്തിഹത്യകളും അതുപോലെ അവരുടെ ചില തെറ്റായ ബോധ്യങ്ങളും, മാത്രമല്ല ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ ഇവരുണ്ടാക്കുന്ന ചില കുത്തിത്തിരിപ്പുകളും ഞാൻ കാണാനിടയായപ്പോൾ, ഞാനതിനെ മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ, ഇത് ലോകത്തിന് മുൻപിൽ വിളിച്ചു പറയാതിരിക്കുന്നത് അബദ്ധമാണ് എന്ന തിരിച്ചറിവാണ് എന്നെ ഇതിലേക്ക് വഴി നയിച്ചത്. പലപ്പോഴും ഞാനിതിൽ നിന്നും പിന്മാറിപ്പോയപ്പോൾ എന്നെ നിർബന്ധിച്ച് ദൈവാത്മാവ് തന്നെ ഈ പ്രവൃത്തിയിലേക്ക് നടത്തുകയായിരുന്നു. അതിന് കാരണക്കാരാകട്ടെ ജെയ്മോനെ പോലെയുള്ള അപ്പോളജിസ്റ്റുമാരെന്ന് പറഞ്ഞ് സ്വയം അഭിമാനിക്കുന്ന ചില വ്യക്തികളാണെന്ന് കൂടെ ഞാനിവിടെ വെളിപ്പെടുത്തുക. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തിയത്?
മറ്റൊന്നുമല്ല, അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനവും സ്നേഹമേ ഉള്ളൂ. കാരണം ക്രിസ്തുവിൽ എൻ്റെ സഹോദരൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിനും ഈ തെറ്റിദ്ധാരണകൾ മാറണം. ചില ചരിത്രങ്ങൾ അവർ പോലും മനസ്സിലാക്കണം. ചരിത്രങ്ങളുടെ നേർക്കാഴ്ചകൾ, അതും പുരോഹിതർ എഴുതിയിരിക്കുന്ന അപ്പസ്തോലന്മാരുടെ പിൻഗാമികളെന്ന് നമ്മൾ വിശ്വസിക്കുന്ന മെത്രാന്മാരും കർദിനാൾമാരും വരെ അവരുടെ പഠനങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ചില പഠനങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇനിയെങ്കിലും ലോകം മനസ്സിലാക്കണം, ഈ ബ്രദേഴ്സും മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ എടുത്തു പറഞ്ഞത്. ഇനി മാത്രമല്ല, അവരിലൂടെ ഏതെങ്കിലും വ്യക്തികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ ബൈബിൾ അല്ലാതെ, ഈ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ യാതൊരുവിധ പാരമ്പര്യങ്ങളും വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല എന്ന് തിരിച്ചറിയണം. ഈ ബൈബിളിന് വിരുദ്ധമായ ഏത് പാരമ്പര്യമാകട്ടെ, അത് വിഗ്രഹാരാധനയാകാം, ജപമാലയാകാം, നൊവേന പ്രാർത്ഥനകളാകാം, വിശുദ്ധരോടുള്ള വണക്കങ്ങളാകാം, ഇങ്ങനെ അനുദിന നമ്മളുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ആരാധന രീതികളിലും നമ്മിലേക്ക് കടന്നു വന്ന അബദ്ധ പാരമ്പര്യങ്ങളെ എന്ന് ക്രിസ്ത്യാനി വലിച്ചെറിയുന്നു, അന്ന് മാത്രമേ നമുക്ക് മാറ്റമുണ്ടാകത്തുള്ളൂ. അന്ന് മാത്രമേ നമ്മൾ യഥാർത്ഥ അപ്പസ്തോലിക പാരമ്പര്യമുള്ള ക്രിസ്ത്യാനിയായി മാറത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചേർത്ത് പിടിക്കാൻ കൊള്ളാവുന്ന ഈ വിശുദ്ധ വേദ പുസ്തകം ചേർത്ത് വെച്ചുകൊണ്ട്, ഈ ബൈബിൾ നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാൻ, വിശ്വാസത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനായി ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.